ഇതിനെ കണ്ടെത്താനുള്ള ശിരൂരിലെ തിരച്ചിലിന് ഇന്നത്തെ ദിവസം കനത്ത വെല്ലുവിളിയാണ് നേരിടുന്നത്. പുഴയിലുണ്ടായിട്ടുള്ള കല്ലും മണ്ണും മരങ്ങളും ഒക്കെ അടിഞ്ഞുണ്ടായിട്ടുള്ള കടുത്ത തിട്ടകളും കടുത്ത ആ ഒരു പ്രതലവും ഒക്കെ തന്നെ തിരച്ചിലിന് വെല്ലുവിളി എന്നാണ് ഇപ്പോൾ ദൗത്യ സംഘാംഗങ്ങൾ നമ്മോട് പറയുന്നത്. ഫിലിക്സ് ചേരുന്നുണ്ട്. ഫിലിക്സ്, നേരത്തെ കാർവാർ MLA ഒക്കെ പറഞ്ഞതുപോലെ ഇങ്ങനെ തിരഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. നമ്മോടൊപ്പം നേരത്തെ അല്പം മുമ്പ് മാതൃഭൂമി ന്യൂസിലൂടെ സംസാരിച്ച നീന്തൽ വിദഗ്ധൻ അടക്കമുള്ളവർ ഡോൾഫിൻ രതീഷൊക്കെ പറയുന്ന കാര്യമുണ്ട്. ഒരു മനുഷ്യന് സാധ്യമായിട്ടുള്ള എത്ര വൈദഗ്ധ്യമുള്ളതാണെങ്കിലും മനുഷ്യന്റെ കരങ്ങൾക്ക് സാധ്യമാകുന്നതിന് അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഒരു യന്ത്രത്തിന്റെ സഹായം കൂടി എത്തിക്കണം. അതുകൂടിയുള്ള തിരച്ചിൽ മാത്രമേ ഒരുങ്ങുകയുള്ളൂ. അതാണ് ഇപ്പോഴത്തെ അവസ്ഥയെന്ന്. വീണ്ടും തിരച്ചിൽ പുനരാരംഭിച്ചോ? മാൽപ്പേട്ടിയും തിരികെ എത്തിയോ? എന്താണ് ഇനിയുള്ള നിമിഷങ്ങളിലെ ആകാംക്ഷ? ഉച്ചഭക്ഷണത്തിനായി അതായത് ഒരു ബ്രേക്ക് എടുത്തിരിക്കുകയാണ് തെരച്ചിലിൽ. അല്പസമയത്തിനകം ഉച്ചഭക്ഷണത്തിന് ശേഷം ഈ തെരച്ചിൽ വീണ്ടും ആരംഭിക്കും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ജിതിൻ നമുക്കിപ്പോൾ ഉണ്ട്. ജിതിൻ, എന്താണ് ഇപ്പോൾ അവർ പറയുന്നത് ഇപ്പോഴത്തെ ഒരു പ്രതിസന്ധിയെക്കുറിച്ച്? ഡ്രഡ്ജർ മെഷീൻ കൊണ്ടുവരേണ്ടി വരും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അതിനുള്ളൊരു സാധ്യത ആണ് അവരിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഡൈവിങ് ഇനിയും നടക്കുന്നുണ്ട്. കറക്റ്റ് ഒരു പിക്ചർ ഒരു വൈകുന്നേരത്തോടെ കിട്ടും. എന്തായാലും ഡ്രഡ്ജർ കൊണ്ടുവരേണ്ട ഒരു സാഹചര്യം ഉണ്ട് ഇപ്പോൾ. അതായത് കല്ലും മണ്ണും ഒക്കെയാണുള്ളത്. കല്ല്, മണ്ണ്, മരങ്ങൾ, പിന്നെ അല്ലാതെ റോഡിന്റെ അവശിഷ്ടങ്ങൾ, അന്ന് ഈ ടവറിന്റെ അവശിഷ്ടങ്ങൾ, അങ്ങനത്തെ എല്ലാം ഉണ്ട് എന്നാണ് പറയുന്നത്. മാറ്റാൻ ഏതായാലും ഡ്രഡ്ജർ ഇനിയിപ്പോൾ നാളെ അവധിയാണെന്നാണോ പറയുന്നത്? അതെ, നാളെ ഓഗസ്റ്റ് 15 പോലീസ് ഡിപ്പാർട്ട്മെന്റ് എല്ലാം അവർ പരേഡ് കാര്യങ്ങളൊക്കെ ആയിട്ട്, അപ്പോൾ തെരച്ചിലിന് നാളെ ഉണ്ടാവില്ല എന്നാണ് അറിയിച്ചത്. പിന്നെ ഇത് ഡ്രഡ്ജർ എന്ന് ഇവിടെ എത്തിക്കും? അവരിന്ന് നടപടി തുടങ്ങുമെന്നാണ് ഇപ്പം പറയുന്നത്. മഞ്ചേശ്വരി MLA പറഞ്ഞത്. നോക്കാം നമുക്ക് എന്താണ്. ഗോവയിൽ നിന്ന് എത്തിക്കാനല്ലേ? ഗോവയിൽ നിന്നാണ് ഇപ്പൊ പറഞ്ഞത്. അത് എത്രത്തോളം സാധ്യത ഉണ്ട് എന്ന് അവർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡ്രഡ്ജർ എത്തിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉറപ്പായിട്ടില്ല, ഔദ്യോഗികമായിട്ടൊരു ആക്കിയിട്ടില്ല. പക്ഷെ MLA എല്ലാം ഇപ്പോഴും ആവശ്യപ്പെടുന്ന ഡ്രഡ്ജർ കൊണ്ടുവരണം എന്നാണ്. അപ്പോൾ അതാണ് ജിതിൻ വ്യക്തമാക്കുന്നത്. ഇവിടെ MLAയും കളക്ടറും ഒപ്പം SP അടക്കമുള്ളവർ ഈ സ്ഥലത്തെത്തി കാര്യങ്ങളൊക്കെ വിശദമായി മാൽപ്പയോട് ചോദിച്ചറിഞ്ഞു. അപ്പോൾ മാൽപ്പയും ഇത് തന്നെയാണ് പറഞ്ഞത്. ഇപ്പോൾ നിൽക്കുന്നൊരു വലിയ പ്രതിസന്ധിയുണ്ട്. ആ പ്രതിസന്ധി ഉടനെ പരിഹരിക്കാൻ കഴിയില്ല. ഇനിയിപ്പോൾ നാളെ സ്വാതന്ത്ര്യദിനമാണ്. സ്വാതന്ത്ര്യദിനത്തിന് ശേഷം മറ്റന്നാൾ ഈ ഡ്രഡ്ജർ ഇവിടെ എത്തിക്കാൻ കഴിഞ്ഞാൽ മറ്റന്നാൾ ഈ തെരച്ചിൽ തുടരാൻ കഴിയും. അല്ലാത്ത പക്ഷം അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നതാണ് അവർ തന്നെ വ്യക്തമാക്കുന്നത്. ഏതായാലും ഇപ്പോൾ തെരച്ചിൽ നടക്കുന്നില്ല. ഇപ്പോൾ നേവിയുണ്ട്. നേവിയുടെ ചെറിയൊരു രീതിയിൽ തെരച്ചിൽ നടക്കുന്നു. പക്ഷേ മുങ്ങൽ വിദഗ്ധരിൽ പ്രധാനമായും മാൽപ്പയാണ്. മാൽപ്പ അടക്കമുള്ളവർ ഇപ്പോൾ ഒരു ലഞ്ച് ബ്രേക്കിന് പോയിരിക്കുന്നു. അതിനുശേഷമായിരിക്കും വീണ്ടും തെരച്ചിൽ ആരംഭിക്കുക. ഇന്ന് വൈകുന്നേരം ഏതാണ്ട് 5:30 മണി വരെയും തെരച്ചിൽ ഉണ്ടാകും എന്നതാണ് ഇന്ന് മഞ്ചേശ്വരം MLA വ്യക്തമാക്കിയത്. കാരണം 5:30 ശേഷം വേലിയേറ്റം ഉണ്ടാകും, ജലനിരപ്പ് ഉയരും. അപ്പോൾ ആ സമയത്ത് തെരച്ചിൽ നടത്തുന്നത് അല്പം ബുദ്ധിമുട്ടേറിയതാണ്. അതുകൊണ്ട് അതിനു മുൻപ് തെരച്ചിൽ അവസാനിപ്പിക്കുമെന്നതാണ് അറിയിച്ചിട്ടുള്ളത്. ഏതായാലും വലിയൊരു പ്രതിസന്ധി, വലിയൊരു അനിശ്ചിതത്വം ഈ തെരച്ചിലിൽ ഇപ്പോൾ ഉണ്ട് എന്നതാണ് ഏറ്റവും ആശങ്ക നൽകുന്ന ഒന്ന്. കാരണം അത് മുന്നോട്ട് വളരെ എളുപ്പത്തിൽ ഈ തെരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ സാഹചര്യത്തിൽ കഴിയില്ല. ഈ ഈശ്വർ മാൽപ്പ അടക്കം 10 തവണ മുങ്ങി. ഏതാണ്ട് 30 അടിയോളം താഴ്ചയുണ്ട് ഇവിടെ ഈ പുഴ തീരത്ത്. ഈശ്വർ മാൽപ്പ ഇറങ്ങിയ സ്ഥലത്ത് 30 അടി താഴ്ചയുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ 30 അടി താഴ്ചയിൽ ഈ കല്ലും മണ്ണും ഒക്കെ തന്നെ കെട്ടി നിൽക്കുന്നു, അത് ഉറച്ചു നിൽക്കുന്നു. അത് അവിടെ നിന്നും എടുത്തു മാറ്റാതെ അതിനടിയിൽ ലോറി ഉണ്ടോ എന്ന് കണ്ടെത്താൻ കഴിയാത്ത ഒരു പ്രതിസന്ധി ഇപ്പോൾ ഈ തെരച്ചിലിൽ അനുഭവിക്കുന്നു. അതുകൊണ്ട് അത് പരിഹരിക്കണമെങ്കിൽ ഡ്രഡ്ജർ കൊണ്ടുവരണം. അത് ഗോവ തുറമുഖത്ത് നിന്നും കടൽ മാർഗം ഇവിടേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. പക്ഷേ ആ ശ്രമം പൂർത്തിയായിട്ടില്ല. കാരണം അത് മറ്റന്നാൾ ഇവിടെ എത്തുമോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല. അതൊക്കെ ഇപ്പം നാളെ അവധിയാണ്. മറ്റന്നാളായിരിക്കും അത് സംബന്ധിച്ചൊരു തീരുമാനം ഉണ്ടാവുക. ഏതായാലും ഇനിയിപ്പോൾ ഈ മുങ്ങിത്തപ്പിയുള്ള ഒരു തിരച്ചിൽ എന്തായാലും ഇനി ആ ഒരു യന്ത്രസഹായത്തിൽ മാത്രമേ ഇനിയുള്ള തിരച്ചിൽ സാധ്യമാകൂ എന്നുള്ളതാണ്. മടങ്ങിയെത്താം.
ശ്രീ ഡോൾഫിൻ രതീഷ്. കാരണം നമ്മളിനി സമയം ഇങ്ങനെ അതിൽ മേലിങ്ങനെ പിടിച്ചു നിന്നിട്ട് കാര്യമില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. കാരണം ഒരു പരിമിതികളുണ്ട്. പരിമിതി എന്ന് പറയുമ്പോൾ ഈ പറയുന്ന തിരച്ചിലും പല വിസിബിലിറ്റി അടക്കം എല്ലാ ഘടകങ്ങളും അനുകൂലമാണ്, അന്തരീക്ഷം അനുകൂലമാണ്. പക്ഷേ ഈ തറച്ചിരിക്കുന്ന ചെളിയും പാറയും അതെന്തായാലും ഈ പറയുന്ന നിലവിലെ ഈ മുങ്ങൽ വിദഗ്ധരെ കൊണ്ട് അത് സാധ്യമല്ല. അതിനടുത്തേക്ക് പോലും പോകാൻ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇഞ്ച് പോലും അങ്ങനെ താഴേക്ക് പോകാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ ഡ്രഡ്ജർ എത്തിക്കുക, അതിനപ്പുറം ഒന്നുമില്ലല്ലോ. അർജുന്റെ വിഷയമായി തുടങ്ങിയ സമയം തൊട്ട് നമ്മൾ കാണുന്നതാണ് പ്ലാൻ എ ബി ഇസെന്റ് വരെ. പക്ഷെ നമ്മൾ എന്തുകൊണ്ട് ഇപ്പം ഈ വെള്ളം കുറഞ്ഞു കഴിയുമ്പോൾ ഡൈവറിന് ചെയ്യാൻ സാധിക്കത്തില്ല എങ്കിൽ നമ്മൾ അടുത്ത ഒരു ഓപ്ഷൻ നമ്മൾ നേരത്തെ കണ്ടെത്തേണ്ട സമയം കഴിഞ്ഞു. ഇതേപോലെ അനാസ്ഥ എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഒരു അനാസ്ഥ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. കാര്യം നമ്മളിപ്പം ഒരു സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് പല സിസ്റ്റത്തിനെയും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. എങ്കിൽ തന്നെയും ഒരാളുടെ ജീവനാണ് നമ്മളവിടെ നഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ നമുക്ക് കണ്ടെത്താനുള്ളത്. അപ്പൊ നമ്മൾ ഇത് പലപ്പോഴും ഈ പ്ലാൻ എയും ബിയും സിയും ഡിയും ഒക്കെ കഴിഞ്ഞ് ഇസെന്റ് വരെ വന്ന് നിൽക്കുമ്പോഴും ഇനി അടുത്ത പ്ലാനെ കുറിച്ച് ഇപ്പോഴാണ് ചിന്തിക്കുന്നത്. ഡൈവർ ഇറങ്ങിയതിനു ശേഷമല്ല. കാര്യം അതിനോടൊപ്പം തന്നെ ഡൈവിംഗ് ഇപ്പം നമുക്ക് ഈ കാലാവസ്ഥ മോശമാണ്, ഡൈവറിന് ഇറങ്ങാൻ സാധിക്കത്തില്ല എന്ന് പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞതാണ് ഈ ഡ്രഡ്ജറിന്റെ കാര്യമൊക്കെ. ഇന്ന് വരെ ആ സംഭവം അവിടെ എത്തിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. ഇനിയിപ്പോ അവര് നാളെ മുതൽ ഇപ്പം ഇതിനു വേണ്ടിയിട്ട് സമയം കളയാണ് വീണ്ടും. അപ്പൊ ഞാൻ പറയുന്നത് മാത്രമല്ല ശ്രീ രതീഷ്, ഒരു ഇടവേള കൂടി ഉണ്ടായിരുന്നു. ഇടവേളയ്ക്ക് ശേഷം ഈ ഹൈക്കോടതി ഉത്തരവൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വീണ്ടും തിരച്ചിലേക്ക് വരുമെന്നും അറിയാം. അങ്ങനെ വരുമ്പോൾ ഒരു ടീമിനെ ഇറക്കുമ്പോൾ അവിടെ അനുബന്ധമായിട്ടുള്ള ഉപകരണങ്ങൾ കൂടി വേണം. കാരണം ഒരു ടീമിന് എന്തായാലും പരിമിതിയുണ്ട് എന്ന് കൊണ്ടെത്തിച്ച് അല്ലെങ്കിൽ കണ്ടു കഴിഞ്ഞ് ഒരു ഡൈവർക്ക് കണ്ടു കഴിഞ്ഞാൽ ആ ഡൈവർ വിചാരിച്ചു കഴിഞ്ഞാൽ ആ ലോറി പൊക്കാനോ അല്ലെങ്കിൽ ലോറിക്കകത്ത് ആരെങ്കിലും ഉണ്ടോ എന്ന് കണ്ടെത്താനൊന്നും അറിയാമല്ലോ നമുക്ക് പരിമിതികൾ. അപ്പോൾ പക്ഷേ അനുബന്ധമായിട്ട് ഒരു ഉപകരണം പോലും ഫീൽഡിൽ ഡിപ്ലോയ് ചെയ്യപ്പെട്ടിട്ടില്ല. അല്ല, അവര് ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പം ലോറി കണ്ടെത്തുക എന്നുള്ളതാണ്. ഇപ്പം ഡൈവർ പോയി ലോറി കണ്ടെത്തി കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് അവർ വേറെ ഓപ്ഷൻ പിന്നെ പ്ലാൻ ചെയ്യും എന്നുള്ളതാണ്. പക്ഷെ അതിനെക്കാട്ടി നല്ല എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളം വിട്ട് കഴിഞ്ഞാൽ പൊതുവേ നമ്മൾ അന്യസംസ്ഥാനക്കാരെ നമ്മൾ മോശമായിട്ട് പറയല്ല. ഈ നമുക്കിവിടെ നാട്ടിലെന്ന് പറയുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും നമ്മളിപ്പോ തന്നെ നമ്മൾ തിരുവനന്തപുരത്ത് നമ്മുടെ ഓടയിൽ വീണ സമയത്ത് നമ്മുടെ എല്ലാ സംവിധാനങ്ങളും ഒരുമിച്ചാണ് നമ്മൾ അവിടെ പ്രവർത്തിച്ചത്. അതേപോലെ തന്നെ നമുക്കൊരു ഡൈവർ ഇറങ്ങിയിട്ട് ഇപ്പൊ കണ്ടെത്തി കഴിഞ്ഞാൽ ചേട്ടൻ പറഞ്ഞ വലിയ ഒരു കാര്യമാണ്. അപ്പം നമ്മളിപ്പോ ഡൈവർ എന്ന് ലോറി കണ്ടെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പൊക്കാൻ, അത് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം അവിടെ ഉണ്ടോ? ഇല്ല. അപ്പൊ അവര് അത് കഴിഞ്ഞിട്ടാണ് ഓരോ കാര്യങ്ങൾ വയ്ക്കുന്നത്. പക്ഷേ സംവിധാനത്തിന്റെ സിസ്റ്റത്തിന്റെ ഒക്കെ കുറവായിരിക്കാം. പക്ഷെ ഇത് ഇങ്ങനെ ആവാൻ പാടില്ല എന്നുള്ളതാണ് കാര്യം. ഈ കാത്തിരിപ്പാണല്ലോ ഏറ്റവും വലിയ ഒരു വേദന എന്ന് പറയുന്നത്. അപ്പൊ എത്രയോ ദിവസങ്ങളായിട്ട് അവര് സഹോദരങ്ങളും അമ്മയും ഒക്കെ കാത്തിരിക്കുകയാണ്. അപ്പൊ നമ്മളിപ്പം ഇതേപോലെ എനിക്ക് തോന്നുന്നു മാധ്യമങ്ങളുടെ ഇത്ര ഇടപെടൽ കൊണ്ടാണ് അവർ ഇങ്ങനെയെങ്കിലും ചെയ്യുന്നത്. ഇന്ന് രാവിലെ മാധ്യമങ്ങളെ തന്നെ അവിടുന്ന് മാറ്റുന്ന സാഹചര്യമുണ്ട്.